ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത കയ്പക്കായ. ഒന്ന് കഴുകിയെടുക്കാം. അധികം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടായതാണ്, ടെറസിന് മുകളിൽ ഉണ്ടായതാണ്. ചെറിയ കൃഷികളൊക്കെ എനിക്കുണ്ട്. കുമ്പളങ്ങ, പടവലങ്ങ, കയ്പക്കായ, ചീര ഒക്കെ എൻ്റെ കൃഷികളിൽ പെടുന്നതാണ്. നമുക്കിത് പാകം ചെയ്യാം. നമ്മളൊന്ന് കഴുകിയെടുക്കണം. കയ്പക്കായ ഒന്ന് കഴുകിയെടുക്കുകയാണേ. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കയ്പക്കായ സ്വല്പം ഉപ്പ് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് ഉണ്ട്. നമുക്കിത് മൂടി വയ്ക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെള്ളം ഊറ്റി കളയാവുന്നതാണ്. ഓണവിഭവങ്ങളിലൊന്നായ കയ്പക്കായ ഉഷിക, അരിഞ്ഞു വെച്ച കയ്പക്കായ നമ്മൾ വേവിച്ചെടുത്തു. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല ഏലം ചേർത്ത് മൊരിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചുവന്ന മുളകും ചേർക്കാവുന്നതാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കയ്പക്കായ വളരെ നല്ലതാണ്. ഷുഗറിന് കയ്പക്ക നീര് കുടിക്കും, കയ്പക്കായ ജ്യൂസ് കുടിക്കും. നമുക്കിതൊന്ന്, എനിക്ക് നല്ല ഇഷ്ടമാണ് കയ്പക്കായ. അപ്പോൾ ഇത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചേർത്ത് വേവിച്ച് വെച്ച കയ്പക്കായ അതിലേക്ക് ശരിയാവുന്നതാണ്. കയ്പക്കായയിൽ വെള്ളമൊക്കെ നല്ലോണം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മുടെ കയ്പക്കായ തിളച്ച് വന്നിട്ടുണ്ട്. എന്ത് ചന്തമാണ് അല്ലേ തിളച്ചെടുത്ത് കാണാൻ. ഊട്ടിയിൽ ചന്ത പോലെ ഒരു കോടമഞ്ഞ് ആവി പോകുന്നതാണ് ഗൈസ്. ഓക്കെ, ഇനി ഇത് വെള്ളം വാർത്ത് കളഞ്ഞ് നമുക്ക് അടുത്ത പണി ചെയ്യാം. നമ്മളിപ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവ മൊരിച്ചെടുത്ത് ഈ വേവിച്ച് വെച്ച കയ്പക്കായ എണ്ണയിൽ മൊരിച്ചെടുത്ത ഉള്ളിയിലേക്കും ഇതിലേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കയ്പക്കായ ഉഷിക റെഡി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് പകർത്താവുന്നതാണ്. നമ്മൾ കയ്പക്കായ ഉഷിക ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാം. ഉപ്പും മുളകും എണ്ണയും എല്ലാം റെഡി, പാകമാണ്. നല്ല ടേസ്റ്റുണ്ട്. വെറുതെ ആയാലും നമുക്ക് കഴിച്ച് നോക്കാവുന്നതാണ്. നല്ല ചൂടുണ്ട്. എത്ര കഴിച്ചാലും മതിയാവാത്ത സാധനമാണ്. ഈ കയ്പുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. താങ്ക് യു.